ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ റൈഡ് സഞ്ജു സാംസൻ്റെ ഗാങ്ങിൻ്റെ കൂടെ നമ്മുടെ റൈഡ് വരണം. അപ്പോൾ അവർ റോയൽ എൻഫീൽഡിൻ്റെ ടീമിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആദ്യം വരുന്ന ഹയാത്ത് ഹോട്ടലാണ്, ട്രിവാൻഡ്രത്തുള്ള ഹയാത്ത് ഹോട്ടലിലാണ് നമ്മൾ ഇതാ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പാർക്കിങ്ങിനായിട്ട് പോവുകയാണ്. അപ്പം നമ്മളിത് പാർക്ക് ചെയ്യാൻ വേണ്ടി ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ 1 ബ്ലോക്കാണിത്. ഇതാണ് നമ്മുടെ റൈഡേഴ്സിൻ്റെ ബൈക്ക്. അപ്പോൾ ഇത് ഒരുപാട് ടീം ഇവിടെ ഓൾറെഡി ഉണ്ട്. ഓരോ ട്രിവാൻഡ്രത്തുള്ള കുറച്ച് ക്ലബ്ബുകാർ ഇവിടെ തന്നെ വന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ബൈക്ക് റൈഡായിട്ട് ഇവരെ ബസ്സിൻ്റെ കൂടെ പോകാൻ വേണ്ടിയാണ്, സഞ്ജു സാംസൻ്റെ ടീമിൻ്റെ കൂടെ പോകാൻ വേണ്ടിയാണ് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹയാത്ത് ഹോട്ടൽ. അപ്പോൾ നമുക്ക് എല്ലാവരെയും കൂടെ ഒരു വീഡിയോ ആയിട്ട് നമ്മളെന്തായാലും നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓരോ ടീമിലുള്ള അംഗങ്ങൾ. അപ്പോൾ ഇത് ഒരുപാട് പേരെയൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സഞ്ജു സാംസൻ്റെ ബസ് എന്ന് പറയുന്നു. അപ്പോൾ ഇത് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ ഈ വണ്ടിയുടെ പിറകെ നിന്നാണ് നമ്മുടെ ബൈക്കേഴ്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്നത്, ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നുമായിട്ട്. അപ്പോൾ നമ്മുടെ റൈഡ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ലോങ് വീഡിയോ, ഫുള്ള് റൈഡേഴ്സിന് വേറെ സെപ്പറേറ്റ് ആയിട്ടൊന്നും കാണാനില്ല. ബൈക്ക് ഒരുപാട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൂടെ കൂട്ടിക്കോ. എന്തായാലും കൊള്ളാം. ഇത് നമ്മളൊരു ചേട്ടനാണ്, റൈഡേഴ്സ് ക്ലബിലുള്ള നമ്മളെ കമ്പനിയിലുള്ളൊരു ചേട്ടനാണ്. അപ്പോൾ പുള്ളിക്കാരെ എക്സോസ്റ്റൊക്കെ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന ബൈക്കാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഈ വീഡിയോയിൽ കൂടുതലും ബൈക്ക് റൈഡ് ആയിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. അതായത് ബൈക്ക് നമ്മൾ റൈഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സെപ്പറേറ്റ് കാണാനായിട്ടൊന്നുമില്ല. ഈ ഡാൻസ് നടത്തുന്ന കാര്യമായിട്ടൊക്കെ. ഇപ്പോൾ നമ്മളിത് ഏകദേശം എത്താറായിട്ടുണ്ട്, കാര്യമായിട്ട് ഏകദേശം എത്താറായിട്ടുണ്ട്. അതാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇനി ഇപ്പോൾ കാര്യമായിട്ട് നമ്മളവിടെ എത്തി. പിന്നെ ഞാൻ എന്തായാലും മാച്ച് കാണാൻ കയറിയില്ല. പിന്നെ ഞാൻ അവിടെ നേരെ തിരിച്ച്. അപ്പോൾ ഈ വീഡിയോ എല്ലാം എടുത്തിട്ടുള്ളത് എൻ്റെ അനിയനായിട്ടുള്ള അച്ചുവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അച്ചുവിനെ ഞാൻ അവസാനം എന്തായാലും വീഡിയോയിൽ കാണിക്കാം. ഇതാണ് എൻ്റെ അച്ചുട്ടൻ.